ക്രിക്കറ്റിൽ ഹാട്രിക് നേടുക എന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അത് ഏകദിന ഫോർമാറ്റിൻ്റെ വേൾഡ് കപ്പിൽ തന്നെ ആയാലോ? ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തി വരുന്ന ടീമുകളെ തൊട്ടടുത്ത 3 പന്തുകളിൽ പുറത്താക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യം തന്നെയാണ്. അങ്ങനെ ബൗളർമാർ തങ്ങളുടെ പേരിലാക്കിയ ഏകദിന ലോകകപ്പിലെ 11 ഹാട്രിക്കുകളെ കുറിച്ചാണ് നാം ഇന്ന് വിവരിക്കുന്നത്. അതിനു മുൻപേ ഈ വീഡിയോയിലുണ്ടാകുന്ന ചെറിയ തെറ്റുകളും കുറവുകളും ഒക്കെ ക്ഷമിച്ച് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഏകദിന ക്രിക്കറ്റിൽ ഹാട്രിക്കുകൾ പിറന്നിട്ടുണ്ടെങ്കിലും ഒരു ലോകകപ്പിൽ അത് പിറക്കുവാൻ 1987 വരെ കാത്തിരിക്കേണ്ടി വന്നു. 1987 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ചേതൻ ശർമ്മയാണ് ഒരു ഏകദിന വേൾഡ് കപ്പിൽ ആദ്യമായി ഹാട്രിക് തികയ്ക്കുന്ന താരം. നാഗ്പൂർ ലോകകപ്പ് മത്സരത്തിലായിരുന്നു അത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമി ഫൈനലിൽ കടക്കുവാനും സെമിയിൽ പങ്കെടുക്കുന്നതിന് പാകിസ്ഥാനിലേക്ക് പോകാതിരിക്കുന്നതിനുമായി ന്യൂസിലൻഡിനെ തരക്കേടില്ലാത്ത മാർജിനിൽ തോൽപ്പിക്കണമായിരുന്നു ഇന്ത്യക്ക്. തുടർച്ചയായ പന്തുകളിൽ കെൻ റൂദർഫോർഡിനെയും ഇയാൻ സ്മിത്തിനെയും ഈവൻ ചാറ്റ്ഫീൽഡിനെയും പുറത്താക്കി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചേതൻ ശർമ്മ രാജ്യത്തിൻ്റെ ഹീറോയായി മാറുകയായിരുന്നു. പിന്നീട് ലോകകപ്പിൽ രണ്ടാമതായി ഹാട്രിക് നേടുന്ന താരം പാകിസ്ഥാൻ സ്പിന്നറായിരുന്ന സക്ലൈൻ മുസ്താഖ് ആയിരുന്നു. 1999 ലോകകപ്പിൽ സിംബാബ്വെക്കെതിരെയായിരുന്നു അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ഈ നേട്ടത്തിൽ അദ്ദേഹം വിക്കറ്റ് കീപ്പർ മോയിൻ ഖാനോട് തീർച്ചയായും കടപ്പെട്ടിരിക്കണം. കാരണം 2 വിക്കറ്റുകൾ അദ്ദേഹം നേടിയത് മോയിൻ ഖാൻ്റെ സ്റ്റംപിങ്ങിലൂടെ ആയിരുന്നു. ഒരെണ്ണമാകട്ടെ LBWയിൽ കൂടിയും. മൂന്നാമതായി ഹാട്രിക് സംഭവിക്കുന്നത് തൊട്ടടുത്ത 2003 ലോകകപ്പിലായിരുന്നു. ശ്രീലങ്കയുടെ ഇതിഹാസ പേസ് ബൗളർ ചാമിന്ദ വാസ് ആയിരുന്നു ബംഗ്ലാദേശിനെതിരെ ആ നേട്ടം കൈവരിച്ചത്. ബംഗ്ലാദേശ് ഇന്നിങ്സിൻ്റെ ആദ്യ 3 ബോളുകളിൽ തന്നെ 3 ബാറ്റർമാരെയും പുറത്താക്കിയ വാസ് തൻ്റെ ഹാട്രിക് പൂർത്തിയാക്കി. ബംഗ്ലാദേശ് ആ മത്സരത്തിന് കേവലം 124 റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു. അതേ ലോകകപ്പിൽ തന്നെ മറ്റൊരു താരം തൻ്റെ ഹാട്രിക് പ്രകടനം കാഴ്ചവെച്ചു. ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച പേസ് ബോളർ, ബുള്ളറ്റ് ബോളുകൾ എറിഞ്ഞിരുന്ന സാക്ഷാൽ ബ്രെറ്റ് ലീ ആയിരുന്നു ആ കളിക്കാരൻ. 2003 ലോകകപ്പിൽ കെനിയക്കെതിരെയായിരുന്നു ഈ പ്രകടനം. ഏകദിന ലോകകപ്പിലെ 5ാമത്തെ ഹാട്രിക് സംഭവിക്കുന്നത് ശ്രീലങ്കൻ പേസ് ബൗളർ ലസിത് മലിംഗയുടെ കയ്യിൽ നിന്നാണ്. 2007 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ തുടർച്ചയായ 4 പന്തുകളിൽ 4 വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത്. ലോകകപ്പിൽ തുടർച്ചയായി 4 വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരവുമായി മലിംഗ അന്ന് മാറി. ജാക്കസ് കല്ലീസ് ഉൾപ്പെടെയുള്ളവരുടെ വിക്കറ്റ് തെറിപ്പിച്ചെങ്കിലും ഈ പ്രകടനം മതിയായിരുന്നില്ല ശ്രീലങ്കയെ വിജയത്തിലെത്തിക്കുവാൻ. മറ്റൊരു ഹാട്രിക് പിറന്നത് 2011 വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് നെതർലാൻഡ് ലോകകപ്പ് മത്സരത്തിലായിരുന്നു. ഡൽഹിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ കെമാർ റോച്ച് തൻ്റെ ആദ്യ 2 വിക്കറ്റുകൾ LBW തൊട്ടടുത്ത പന്തിൽ നെതർലൻഡിൻ്റെ ബാറ്ററെ ക്ലീൻ ബൗൾ ചെയ്തുകൊണ്ട് ഹാട്രിക് തികയ്ക്കുക ആയിരുന്നു. മത്സരത്തിൽ 6 വിക്കറ്റുകൾ നേടി അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും നേടി. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ 7ാമത്തെ ഹാട്രിക്കും വേൾഡ് കപ്പിലെ തൻ്റെ 2ാമത്തെ ഹാട്രിക്കും ലസിത് മലിംഗ നേടിയത് 2011 ലോകകപ്പിലായിരുന്നു. 2007 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ആയിരുന്നുവെങ്കിൽ 2011 മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ കെനിയയ്ക്കെതിരെയായിരുന്നു മലിംഗ ഈ നേട്ടം കൈവരിച്ചത്. 2015 അടുത്ത വേൾഡ് കപ്പിലാണ് ലോകകപ്പിലെ 8ാമത്തെ ഹാട്രിക് എന്ന നേട്ടം ഒരു ഇംഗ്ലീഷ് ബൗളർ കൈവരിക്കുന്നത്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയൻ ബാറ്റർമാരായ ബ്രാഡ് ഹാർഡിൻ, ഗ്ലെൻ മാക്സ്വെൽ, മിച്ചൽ ജോൺസൺ തുടങ്ങിയവരെ പുറത്താക്കി ഇംഗ്ലീഷ് ബൗളർ സ്റ്റീവൻ ഫിന്നാണ് തൻ്റെ ആദ്യ വേൾഡ് കപ്പ് ഹാട്രിക് പൂർത്തിയാക്കിയത്. 9ാമത്തെ വേൾഡ് കപ്പ് ഹാട്രിക്കിനും 2015 വേൾഡ് കപ്പ് സാക്ഷിയായി. സൗത്ത് ആഫ്രിക്കൻ ബൗളർ JP ഡുമിനിയാണ് ഈ നേട്ടം കൈവരിച്ച താരം. ഡുമിനി തൻ്റെ ഒരു ഓവറിലെ അവസാനത്തെ പന്തിൽ ഏഞ്ചലോ മാത്യൂസിനെയും അടുത്ത ഓവറിലെ ആദ്യ 2 പന്തുകളിൽ ശ്രീലങ്കൻ താരങ്ങളായ നുവാൻ കുലശേഖരയെയും തരിന്ദു കുശാലിനെയും പുറത്താക്കി തൻ്റെ ഹാട്രിക് പൂർത്തിയാക്കി. വേൾഡ് കപ്പ് ചരിത്രത്തിലെ 10ാമത്തെ ഹാട്രിക് സ്വന്തമാക്കിയത് ഒരു ഇന്ത്യൻ താരമാണ്. 2019 അഫ്ഗാനെതിരായ മത്സരത്തിൽ ഹാട്രിക് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് മുഹമ്മദ് ഷാമിയാണ് ആ നേട്ടം കൈവരിക്കുന്ന 2ാമത്തെ ഇന്ത്യക്കാരനായി മാറിയത്. അവസാന ഓവറിലെ ഷാമിയുടെ ഈ പ്രകടനമാണ് ഇന്ത്യയെ ഈ മത്സരം രക്ഷിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേവലം 11 റൺസിന് മാത്രമാണ് അന്ന് ഇന്ത്യ മത്സരം ജയിച്ചു കയറിയത്. വേണമെങ്കിൽ അഫ്ഗാനെ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ടാർഗറ്റ് തന്നെയായിരുന്നു ഇന്ത്യ ഉയർത്തിയ 224 എന്ന റൺസ് ലക്ഷ്യം. ആ വേൾഡ് കപ്പിൽ തന്നെ ന്യൂസിലൻഡിൻ്റെ ട്രെന്റ് ബോൾട്ടും ഹാട്രിക് പ്രകടനം നടത്തുകയുണ്ടായി. ഓസ്ട്രേലിയക്കെതിരെ ഹാട്രിക് നേടിയ അദ്ദേഹം ഏകദിന വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഹാട്രിക് നേടുന്ന 11ാമത്തെ ബൗളർ ആയി മാറുകയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയ അദ്ദേഹത്തിൻ്റെ പ്രകടനം പക്ഷേ ന്യൂസിലൻഡിനെ ജയിപ്പിച്ചില്ല എന്നതാണ് സത്യം. ഓസ്ട്രേലിയ ആ മത്സരം വിജയിക്കുകയായിരുന്നു.
പിന്നീട് 2023 ഇന്ത്യയിൽ നടന്ന ലോകകപ്പിൽ ആർക്കും തന്നെ ഹാട്രിക് നേടുവാൻ കഴിഞ്ഞില്ല എന്നാണ് വിവരം. വാമപ്പ് മത്സരത്തിൽ ഏതോ ഒരു ഓസ്ട്രേലിയൻ താരം ഹാട്രിക് നേടിയതാണ് 2023 ലോകകപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഹാട്രിക് നേടിയത്. വീഡിയോയിൽ എന്തെങ്കിലും അപാകതകളോ മിസ്റ്റേക്കുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി തെറ്റുതിരുത്തുക.